بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. മുഅ്മിനീങ്ങളെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഉദുവിനെ സംബന്ധിച്ച് പറഞ്ഞു. ഉദുവിൻ്റെ ഷർത്ത് ഫർളുകളും പിന്നെ സുന്നത്തുകളും എല്ലാം പറഞ്ഞു. ഉദു എടുത്തു കഴിഞ്ഞാലുള്ള ദുആയുണ്ട്. ആ ദുആയുടെ അർത്ഥമാണ് ഇന്ന് പറയുന്നത്. ആ ദുആയുടെ അർത്ഥം പറഞ്ഞിട്ടില്ല. അതിനുശേഷം ഉദു നവാഖിദുൽ ഉദു മുറിയുന്ന കാര്യങ്ങളും പറയുന്നു. അതാണ് ഈ വീഡിയോയിൽ ഉള്ള ഇത്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീന വജഅൽനി മിനൽ മുതതഹിരീൻ വജഅൽനി മിൻ ഇബാദിക സ്വാലിഹീൻ സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. ഇതാണ് വുളു എടുത്തതിന് ശേഷമുള്ള ദുആ. കൈയും കണ്ണും മേൽപോട്ട് ഉയർത്തി ഈ ദുആ ചെയ്യണമെന്നാണ്. ഇതാണ് സുന്നത്ത്. അതിന് കഴിയാത്തവർ ഈ ദുആ മാത്രമായിട്ട് നടക്കുമ്പോഴോ ഒന്നെടുത്ത് നടന്നു പോകുമ്പോഴോ ഒക്കെ ആയിട്ട് ചെല്ലാനും വിരോധമില്ല. അതിന് കഴിയുന്നവരിങ്ങനെ ചെയ്യാം. മേൽപോട്ട് പടിഞ്ഞാട്ട് തിരിഞ്ഞു നിന്ന് മേൽപോട്ട് കൈയും കണ്ണും മേൽപോട്ട് ഉയർത്തിയിട്ട് ദുആ ചെയ്യാം. ഇതിൻ്റെ അർത്ഥം പറയാം. അഷ്ഹദു, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, അല്ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അല്ലാതെ ഇബാദത്തിന് അർഹനായ ഒരു ഇലാഹില്ല എന്ന്, അല്ലാഹു അല്ലാതെ ഇബാദത്തിന് അർഹനായ മറ്റൊരു ഇലാഹില്ല എന്ന് സാക്ഷ്യം വഹിക്കുന്നു. വഅശ്ഹദു, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, അന്ന മുഹമ്മദൻ, തീർച്ചയായിട്ടും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, അബ്ദുഹു, അല്ലാഹുവിൻ്റെ അടിമയാണ്, റസൂലുഹു, അവൻ്റെ ദൂതനുമാണ് എന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. ഇതാണ് ഷഹാദത്ത് കലിമ. രണ്ട് ഷഹാദത്ത് കലിമയെ സംബന്ധിച്ച് നമ്മൾ ഇസ്ലാം കാര്യങ്ങൾ പഠിക്കുന്നിടത്ത് പഠിക്കും. ഈ ഷഹാദത്ത് കലിമ നമ്മളുടെ ജീവിതത്തിൽ ഉടനീളം അത്തഹിയ്യാത്തിൽ പറയുന്നുണ്ട്. ഡെയിലി എത്ര പ്രാവശ്യമാണ് പറയുന്നത്, പിന്നെ അതല്ലാത്ത സമയങ്ങളിലും പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ ഷഹാദത്ത് കലിമയാണ് ആദ്യമായിട്ട് ദുആയിലുള്ളത്. പിന്നെ അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീൻ, അല്ലാഹുമ്മ, അല്ലാഹുവേ, ജഅൽനി, എന്നാക്കണമേ, മിനത് തവ്വാബീന, പശ്ചാത്തപിച്ചു മടങ്ങുന്ന കൂട്ടരിൽ എന്നെ പെടുത്തണമേ, വജഅൽനി മിനൽ മുതതഹിരീൻ, ദോഷത്തിൽ നിന്ന് ശുദ്ധിയായവരിൽ എന്നെ നീ പെടുത്തണമേ, വജഅൽനി മിൻ ഇബാദിക സ്വാലിഹീൻ, വജഅൽനി, എന്നെ നീ ആക്കണമേ, മിൻ ഇബാദിക സ്വാലിഹീൻ, നിൻ്റെ സാലിഹ്യങ്ങളായ അടിമകളിൽ എന്നെ പെടുത്തണമേ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത, വീണ്ടും പറയാണ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത, അല്ലാഹുവേ, നീയല്ലാതെ ഇബാദത്തിന് അർഹനായ ഒരു ഇലാഹ് വേറെ ഇല്ല എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. വഅതൂബു ഇലൈക്, നിന്നിലേക്ക് ഞാൻ ഖേദിച്ചു മടങ്ങുകയും ചെയ്യുന്നു. വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലം. ഇത് ദുആ ചെയ്ത് കഴിയുമ്പോൾ ചൊല്ലുന്ന ഇതാണ് ഈ സ്വലാത്ത്. സല്ലല്ലാഹു, അല്ലാഹു ഗുണം ചെയ്യട്ടെ, അലാ സയ്യിദിനാ മുഹമ്മദിൻ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്, വഅലാ ആലിഹി, അതിൻ്റെ നബിയുടെ കുടുംബത്തിൻ്റെ മേലും, വസ്വഹ്ബിഹി, നബിയുടെ അനുചരന്മാരുടെ മേലും, അജ്മഈൻ,
ഇവരെല്ലാവരുടെ മേലും അല്ലാഹുവിൻ്റെ സ്വലാത്തും സലാമും ഉണ്ടാവട്ടെ എന്നാണ് അവസാനം പറഞ്ഞത്. അപ്പോൾ ഈ ദുആ ശരിക്കും പഠിക്കുക ഈ സ്വലാത്തോട് കൂടെയാണ്. ഇനി ഒതു മുറിയുന്ന കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഖുറൂജ് ഷൈഇൻ മിൻ അഹദി സബീലൈനി ഇല്ലൽ മനി, ഇന്ദ്രിയം ഒഴികെ രണ്ടാലൊരു ദ്വാരത്തിൽ കൂടി ഒരു വസ്തു പുറപ്പെടുക. ഇന്ദ്രിയം ഒഴികെയുള്ള എന്തെങ്കിലും ഒരു വസ്തു പുറപ്പെടുക, മൂത്രിക്കുക, കാട്ടിക്കുക പോലെയുള്ള കാര്യങ്ങളെല്ലാം അതിൽ പെട്ടു. അങ്ങനെ ആയാൽ ഒതു മുറിയും. പിന്നെ സവാലുൽ അഖ്ലി ബിൽ ജുനൂനി വൽ ഇഗ്മായി വസ്സുക്രി വന്നൗമി, ഇതൊക്കെ പറയാം. ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുക, ബോധക്ഷയം വന്നിട്ടോ ഭ്രാന്തായിട്ടോ ലഹരി ഉപയോഗിച്ചിട്ടോ കഞ്ചാവ് പോലെയുള്ള ലഹരി സാധനങ്ങൾ ഉപയോഗിച്ചിട്ടോ ഒക്കെ ബുദ്ധിയുടെ ആ വിവേചന ശക്തി നഷ്ടപ്പെടലാണ് ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുക എന്ന് പറഞ്ഞാൽ. പിന്നെ തലാഖി ബശറത്തെ ദക്കരിം ഉൻസ അൽ അജ്നബിയ്യൈനി വൽ കബീറൈനി എന്നാണ്. അന്യരും വലിയവരുമായ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ നഗ്നമായ നിലയ്ക്ക് തൊലികൾ തമ്മിൽ ചേരുക എന്ന് പറഞ്ഞാൽ തൊലിയുടെ മേൽ മറയില്ലാത്ത നിലയ്ക്ക് രണ്ടുപേരുടെയും തൊലി തമ്മിൽ കൂട്ടിമുട്ടുക. അങ്ങനെ കൂട്ടിമുട്ടിയാൽ ഒതുമുറിയും. അത് അന്യരാവണം, കബീറൈനി ആവണം, വലിയവരും ആവണം. അപ്പം അന്യരും കബീറൈനിയും അല്ലാത്ത, വലിയവരും അന്യവരുമല്ലാത്ത സ്ത്രീ പുരുഷന്മാർ തമ്മിൽ തൊട്ടാൽ ഒതു മുറിയില്ല എന്ന് വന്നു. അന്യരാവ് എങ്ങനെ? വിവാഹബന്ധം, മുലകുടി ബന്ധം, തറവാട്, ഈ 3 ഐറ്റത്തിൽ ബന്ധപ്പെട്ട ആളുകളാണെങ്കിൽ അവിടെ ഒതു മുറിയില്ല. മുലകുടി ബന്ധം എന്ന് പറഞ്ഞത്, ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇന്ന് ഒരു കുട്ടിയെ പ്രസവിച്ചു. ആ കുട്ടിയെ പ്രസവിച്ച ആ കുട്ടിയുടെ ഉമ്മ വേറെ അയൽവീട്ടിൽ പ്രസവിച്ച ഒരു കുട്ടിക്കും മുല കൊടുക്കേണ്ടി വന്നു. അപ്പോൾ ഈ രണ്ടാൾക്കും മുല കൊടുക്കേണ്ടി വന്നു. അങ്ങനെ രണ്ടുപേരും ഒരു ഉമ്മയുടെ മുല കുടിച്ചാൽ അവർ രണ്ടുപേരും ആൺകുട്ടിയും പെൺകുട്ടിയാണെങ്കിൽ സഹോദരനും സഹോദരിയുമായി, മുലകുടി ബന്ധത്തിൽ സഹോദരനും സഹോദരിയുമായി. അപ്പോൾ അവർക്ക് വിവാഹം പാടില്ല. അതുപോലെ ഒതു തൊട്ടാൽ ഒതു മുറിയില്ല. അത് മുലകുടി ബന്ധം. ഇതുപോലെ നസബ്, സാധാരണ നമ്മൾ പെങ്ങളാണ് ആങ്ങളയാണെന്നൊക്കെ പറയണ്ടല്ലോ, അതുപോലെ ഉള്ള ആങ്ങള പെങ്ങന്മാർ തൊട്ടാലും ആങ്ങളയും പെങ്ങളും തൊട്ടാലും ഒതു മുറിയില്ല. പിന്നെ വിവാഹത്തിൽ ഉള്ള ബന്ധം, വിവാഹബന്ധം എന്ന് പറഞ്ഞാൽ ഭാര്യയുടെ ഉമ്മ, ഭർത്താവിൻ്റെ ഉപ്പ, ആണും പെണ്ണും അങ്ങോട്ടും കൊണ്ടും തൊടാകുമ്പോൾ ഭാര്യയുടെ ഉമ്മാനെ തൊട്ടാൽ ഒതു മുറിയില്ല, ഭാര്യയുടെ ഉപ്പാനെ തൊട്ടാലും ഒതു മുറിയില്ല. അപ്പോൾ അതെല്ലാം അജ്നബി അല്ല. പിന്നെ കബീറൈനി എന്ന് പറഞ്ഞാൽ വലിയ ആളുകളാവണം. ഒരു കുട്ടിയെ തൊട്ടാൽ ഒന്നും മുറിയില്ല. ചെറിയ ആൺകുട്ടിയാവട്ടെ പെൺകുട്ടിയാവട്ടെ ചെറിയ കുട്ടികളെ തൊട്ടാൽ ഒന്നും മുറിയില്ല. പിന്നെ മസ്സു ഫർജിൽ ആദമി ഈ വത്തിനൽ കഫൈനി, മുങ്കയിൻ്റെ പള്ള കൊണ്ട് ഗുഹ്യസ്ഥാനത്ത് തൊടുക എന്നുള്ളതാണ്. അത് മറയില്ലാതെ കണ്ട് അങ്ങനെ തൊട്ടാൽ ഒന്നു മുറിയും. അത് വൃക്ഷങ്ങളെ തൊട്ടാൽ ഒന്നും മുറിയില്ല. പിന്നെ അപ്പോൾ മുൻകൈയിൻ്റെ പള്ള എന്ന് പറയുന്നത് ഇതാണ്, മുൻകൈയിൻ്റെ പള്ള. ഈ പള്ളഭാഗം കൊണ്ട് തൊട്ടാലേ ഒതു മുറിയുള്ളൂ. അല്ലാത്ത ഭാഗങ്ങളെ കൊണ്ട് തൊടുകയോ പിന്നെ മനഃപൂർവ്വം തൊടുകയോ അല്ലാത്തത് തൊടുകയോ ചെയ്താൽ ഒന്നും മുറിയില്ല, മുൻകൈയിൻ്റെ പള്ള അല്ലാത്ത ഭാഗങ്ങളെ കൊണ്ട് തൊട്ടാൽ. അതുപോലെ മയ്യത്തിൻ്റെ ഗുഹ്യസ്ഥാനം മയ്യത്ത് കുളിപ്പിക്കുന്നവർ വല്ല ഗ്ലൗസൊക്കെ ഉപയോഗിച്ചിട്ട് കുളിപ്പിക്കണം. അല്ലെങ്കിൽ അത് അല്ലാതെ കുളിപ്പിക്കൽ തന്നെ ഹറാമാണ്. മയ്യത്തിൻ്റെ ഗുഹ്യസ്ഥാനം തൊടുക എന്നുള്ളത്, സ്പർശിക്കുക എന്നുള്ളത് ഹറാമാണ്. അതിന് വല്ല ഗ്ലൗസ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യേണ്ടത്. അങ്ങനെ ഗ്ലൗസ് ഉപയോഗിക്കാതെ ചെയ്താൽ ഒതു മുറിയും. ആളുടെ ഈ കുളിപ്പിക്കുന്ന ആളിൽ ഒതു മുറിയും. പിന്നെ അപ്പോൾ അങ്ങനെയാണ്. പിന്നെ ചെറിയ കുട്ടിയാണെങ്കിൽ അതിൻ്റെ ഗുഹ്യസ്ഥാനം തൊട്ടാലും ഒന്നു മുറിയും. ആൺകുട്ടിയാവട്ടെ പെൺകുട്ടിയാവട്ടെ ഗുഹ്യസ്ഥാനം തൊട്ടാലും ഒന്നു മുറിയും. വമൻ ശക്ക യഹുബാലൽ യഖീൻ,
ആരെങ്കിലും ഇനിയിപ്പോൾ ഒന്നും എടുത്തെന്നുള്ള സംശയം ഉണ്ടായി, അങ്ങനെ വരാമല്ലോ. ഒന്നും ഉണ്ടോ ഇല്ലേ എന്നുള്ള സംശയമാണ്. ഒന്നും എടുത്തതോ എനിക്ക് ഉറപ്പുണ്ട്, പക്ഷെ ഒന്ന് മുറിഞ്ഞോ എന്നുള്ള കാര്യം സംശയം. അങ്ങനെ വരുമ്പോൾ ഉറപ്പിനെയാണ് പരിഗണിക്കേണ്ടത്. ഒന്നും എടുത്തെന്നുള്ള ഉറപ്പുണ്ടല്ലോ, മുറിഞ്ഞ കാര്യത്തിൽ സംശയമാണ്, അത് എങ്ങനെയാണെന്ന് ഓർമ്മയില്ല. അങ്ങനെ വരുമ്പോൾ മുറിഞ്ഞിട്ടില്ല എന്ന് വെക്കണം. ഒന്നെടുത്ത ഉറപ്പിൻ്റെ മേൽ തന്നെ കൈകാര്യം ചെയ്യണം. ഇനി ഒന്നുണ്ടായിരുന്നു, ഞാൻ പിന്നെ ഒന്നും മുറിഞ്ഞിട്ടുണ്ടായിരുന്നു, മൂത്രം ഒഴിച്ചു, അത് ഉറപ്പുണ്ട്. പിന്നെ ഒന്നും എടുത്തോ ഇല്ല എന്നുള്ള കാര്യം സംശയമാണ്. അപ്പോൾ ഒന്ന് മുറിഞ്ഞ് തന്നെ വെക്കണം. കാരണം ഉറപ്പ് ഏതാ? മൂത്രം ഒഴിച്ചു എന്നുള്ള ഉറപ്പ്. പിന്നെ ഒന്നെടുത്ത കാര്യത്തിൽ സംശയമുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഒന്നു ഇല്ല എന്ന് വെച്ചുകൊണ്ട് പിന്നീട് ഒന്നെടുക്കണം. ഇങ്ങനെയാണ് സംശയം വരുമ്പോൾ ഉള്ള പരിഗണന. അപ്പോൾ ഒലുവിൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അന്ന് നമ്മൾ ആ വീഡിയോയിൽ 25ാമത്തെ വീഡിയോ തോന്നുന്നു, വീഡിയോയിലാണ് നമ്മൾ ഒലുവിൻ്റെ അതിൽ പറയാത്ത ഭാഗങ്ങളാണ് ഇപ്പോൾ എടുത്തത്. ഇനി നമ്മൾ ഇതിൽ കൂട്ടിയെടുക്കുന്നത് കുളിയെ സംബന്ധിച്ചാണ്. കുളി 2 വിധമുണ്ട്, ഫർദായ കുളിയും സുന്നത്തായ കുളിയും. ഫർദായ കുളി എങ്ങനെയൊക്കെയാണ് കുളിക്കേണ്ടി വരിക എന്നുള്ളതാണ്. ഇന്ദ്രിയം പുറപ്പെടുക, ഭാര്യഭർത്തൃ ബന്ധം ഉണ്ടാവുക, ജിമാഅ് സംയോഗം ഉണ്ടാവുക, ഹൈള് നിഫാസ് എന്നീ 2 ഐറ്റം. ഹൈള് എന്ന് പറഞ്ഞാൽ മെൻസ്ട്രേഷൻ, അത് എല്ലാവർക്കും അറിയാം, മാസക്കുളി എന്നുള്ള. നിഫാസ് എന്ന് പറഞ്ഞാൽ പ്രസവരക്തം ഉണ്ടാവുക. ഹൈള് രക്തം, നിഫാസ് പ്രസവരക്തം. അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ കുളി നിർബന്ധമായി. റസുലുൽ മയ്യത്തിനെ കുളിപ്പിക്കുക, അത് മയ്യത്ത് കുളിപ്പിക്കൽ ഫർദായ കുളിയാണ്. മരിച്ചാൽ കുളിപ്പിക്കണം എന്ന് നിർബന്ധമാണ്, മറ്റുള്ളവർക്ക് നിർബന്ധമാണ് കുളിപ്പിക്കൽ. അത് ശുഹദാ അല്ലാത്തവരെയാണ് കുളിപ്പിക്കുന്നത്. യുദ്ധം ചെയ്ത് മരണപ്പെട്ട ആളുകളുടെ, ഇസ്ലാമിന് യുദ്ധം ചെയ്ത് മരണപ്പെട്ട ആളുകളെ ശുഹദാ ആണ്, അവരെ കുളിപ്പിക്കേണ്ടത്, അല്ലാത്തവരെ കുളിപ്പിക്കണം. പിന്നെ ഒരാൾ പുതിയൊരു ഇസ്ലാം മതം വിശ്വസിച്ച ഒരാളാണ്, അയാൾ കുളിക്കൽ നിർബന്ധമാണ്. പിന്നെ ഹൈള് നിഫാസ് എന്നുള്ളത്, അതിനെ സംബന്ധിച്ച് എത്ര ദിവസമാണെന്നുള്ളത് ഇതിപ്പോൾ എല്ലാവർക്കും അറിയാം, സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ഇതെല്ലാം അറിയാം, എന്നാലും അത് പറയാമെന്ന് മാത്രം. ഹൈളിൻ്റെ ആരംഭം 9 വയസ്സ് മുതൽക്കാവാം. 9 വയസ്സുള്ള ഒരു കുട്ടിക്ക് ആ പ്രായത്തിൽ ഹൈള് രക്തം കാണാം എന്നുള്ളതാണ്. അത് സാധാരണയായിട്ട് സ്ത്രീകൾക്ക് എത്ര ദിവസം ഹൈളുണ്ടാവുക എന്ന് പറഞ്ഞാൽ 6 or 7 ദിവസമാണ്. കൂടിയാൽ 15 ദിവസം വരെ നീണ്ടു നിൽക്കാം. ഇതല്ലാത്ത ഏത് നിലയിലും രക്തം കണ്ടു കഴിഞ്ഞാൽ അത് ബ്ലീഡിംഗ് ആണ്. ഇസ്തിഹാലത്ത് എന്ന് അറബിൽ പറയാം ബ്ലീഡിങ്ങിന്. ഇങ്ങനെ ബ്ലീഡിംഗ് ആകുമ്പോൾ അത് ഡോക്ടറെ കാണേണ്ട അസുഖമാണ്. ഈ പറഞ്ഞ നിലയിൽ ഉണ്ടാവുന്ന ഇതാണെങ്കിൽ അത് നാച്ചുറലായിട്ടുണ്ടാകുന്ന കാര്യമാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ അത് രോഗമായിട്ട് കണക്കാക്കേണ്ടതില്ല. ഇനി 15 ദിവസം എന്നുള്ളത് 16 or 17 ദിവസം രക്തം കാണുകയാണെങ്കിൽ അത് ബ്ലീഡിംഗ് ആണ്, ഡോക്ടറെ കണ്ട് ചികിത്സ ആവശ്യമാണ്. പിന്നെ ഏറ്റവും കുറഞ്ഞത് 1 ദിവസം, ഒരു രാവും പകലും എന്ന് പറഞ്ഞാൽ 24 hours ആണ് ഹൈളിൻ്റെ സമയപരിധിയാണ് ഇപ്പോൾ പറഞ്ഞത്. നിഫാസ് ആകുമ്പോൾ ഒരു ലഹല, പ്രസവിക്കുക എന്നുള്ളതാണ് നിഫാസ്. പ്രസവിച്ചാൽ രക്തമുണ്ടാവാം, ഇല്ലാതെയും വരാം. രക്തമുണ്ടാകുമ്പോൾ ഒരു ലഹല, 1 സെക്കൻഡ് അല്ലെങ്കിൽ കുറച്ച് സമയം ആവും ചിലപ്പോൾ രക്തം ഉണ്ടാവുക. അതല്ലെങ്കിൽ സാധാരണഗതിയിൽ 40 ദിവസം വരെ നീണ്ടു നിൽക്കാം. കൂടിയാൽ 60 ദിവസം വരെയാണ് പ്രസവരക്തം ഉണ്ടാവുക. അതിൽ കൂടുതലുണ്ടാകാൻ സാധ്യതയില്ല. കൂടി വരുമ്പോൾ അത് പിന്നെ
ഇസ്തിഹാല ഇതാവും, ബ്ലീഡിങ് ആവും. ആ ബ്ലീഡിങ് ചികിത്സിച്ച് മാറ്റേണ്ടതാണ്. പിന്നെ കുളി, ഇങ്ങനെ ഇതിൽ ഏതെങ്കിലും ഒരു കാര്യമുണ്ടായാൽ ഒതു എടുക്കണം, പിന്നെ കുളിക്കണം. അതായത് നിര്യം പുറപ്പെടുക, സംയോഗം നടക്കുക, ഹൈദ് നിഫാസ്, ഈ ഹൈദ് നിഫാസ് രക്തം എത്ര സമയമാണെങ്കിൽ ആ സമയം കഴിച്ച് രക്തം നിന്ന് കഴിഞ്ഞാലാണ് കുളി നിർബന്ധമാവുക. അപ്പം നിർബന്ധമായ കുളിക്കുമ്പോൾ ഏത് നിലയ്ക്കുള്ള കുളിയാവട്ടെ, ഇപ്പം ഈ പറഞ്ഞ കാരണങ്ങളിൽ ഏത് കാരണമായാലും കുളി നിർബന്ധമാണ്. നിർബന്ധമായ കുളിക്കുമ്പോൾ നിയ്യത്ത് ചെയ്യണം. നിയ്യത്ത് എങ്ങനെ ചെയ്യാം? 2 ഫർളാണ് കുളിക്കുന്നത്. ഒന്ന് നിയ്യത്ത്, നമസ്കാരം ഹലാലാൻ വേണ്ടി ഞാൻ കുളിക്കുന്നു എന്നോ, അല്ലെങ്കിൽ കുളിയുടെ ഫർളിനെ വീട്ടുന്നു എന്നോ, നമസ്കാരം ഹലാലാൻ വേണ്ടി വലിയ അശുദ്ധിയെ ഉയർത്തുന്നു എന്നോ, ഇത് ഏതെങ്കിലും ഒന്ന് മനസ്സിൽ കരുതിയാൽ മതി. കരുതിയിട്ട് നിയ്യത്ത് മനസ്സിലുള്ളതിനോട് കൂടെ വെള്ളം ഒഴിക്കണം, ശരീരം മുഴുവനും. അത് ഒഴിക്കാൻ തുടങ്ങുന്ന ആദ്യ സമയത്ത് തന്നെ നിയ്യത്ത് മനസ്സിലുണ്ടാവണം. നമസ്കാരം ഹലാലാൻ വേണ്ടി ഞാൻ കുളിക്കുന്നു, അല്ലെങ്കിൽ നമസ്കാരം ഹലാലാൻ വേണ്ടി കുളിയുടെ ഫർളിനെ ഞാൻ വീട്ടുന്നു, അല്ലെങ്കിൽ നമസ്കാരം ഹലാലാൻ വേണ്ടി വലിയ ശുദ്ധിയെ ഉയർത്തുന്നു. അങ്ങനെ 3-ൽ ഏത് നിയ്യത്ത് എങ്ങനെയാണെങ്കിലും നിയ്യത്ത് ചെയ്യാം. നിയ്യത്ത് ഇല്ലാതെ കുളി ശരിയാവില്ല. കാരണം നിയ്യത്താണ് എല്ലാ കാര്യത്തിനും പൂർണ്ണത നൽകുന്നത്, നിയ്യത്താണെന്ന്. തന്നെയല്ല, പ്രവൃത്തി ശരിയാവുന്നത് തന്നെ നിയ്യത്ത് കൊണ്ടാണെന്നാണ്. അങ്ങനെയും അഭിപ്രായമുണ്ട്. ഏതായാലും നിയ്യത്ത് ചെയ്യുക. അപ്പം നിയ്യത്തിനെ സംബന്ധിച്ചിപ്പോൾ നമ്മൾ മനസ്സിലാക്കി. രണ്ടാമതായിട്ട് ശരീരം മുഴുവനും വെള്ളം ഒലിപ്പിച്ച് കഴുകുക, വെള്ളം ഒലിക്കണം. ഇതാണ്, ഇങ്ങനെ 2 ഫർളാണ്. അപ്പോൾ പിന്നെ പെട്ടെന്ന് വെള്ളം ചേരാത്ത സ്ഥലങ്ങൾ, കാതിൻ്റെ ഉൾഭാഗം, പൊക്കിൾ മുൾക്കുള്ള സ്ഥലങ്ങളൊക്കെ നല്ലോണം വെള്ളം ചേർത്ത് കഴുകണം. മുടി, തലയിൽ വെള്ളം ഒഴിക്കുമ്പോൾ മുടി ചുക്കി അകറ്റി കഴുകണം. ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെ ഏതെങ്കിലും ഭാഗങ്ങൾ നനയാതെ വന്നാൽ ആ കുളി സഹിയായില്ല എന്നാണ്. അപ്പോൾ സഹിയാവല്ലാത്ത കുളിയാവുമ്പോൾ നിസ്കാരം ശരിയാവില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ബുദ്ധിമുട്ടാണ്. അപ്പം കുളിക്കാവുമ്പോൾ എല്ലാം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. ഈ 2 ഫർളും ശരിയായ വിധത്തിൽ ആവണം. പിന്നെ അപ്പോൾ കുളി നിർബന്ധമാവുന്ന കാര്യങ്ങൾ പറഞ്ഞു, കുളിക്കുക എങ്ങനെയാണെന്നും പറഞ്ഞു. ഇനി സുന്നത്തായ കുളിയാണ് വേറെ ഒരു ഐറ്റം ഉള്ളത്. സുന്നത്തായ കുളി പെരുന്നാളിൻ്റെ രണ്ട് പെരുന്നാളിൻ്റെയും കുളി സുന്നത്താണ്. ചെറിയ പെരുന്നാളിൻ്റെ കുളി, വലിയ പെരുന്നാളിൻ്റെ കുളി. അപ്പോൾ നിയ്യത്ത് ചെറിയ പെരുന്നാളിൻ്റെ സുന്നത്ത് കുളി കുളിക്കുന്നു എന്നാണ് നിയ്യത്ത് ചെയ്യേണ്ടത്. വലിയ പെരുന്നാളിൻ്റെ സുന്നത്ത് കുളി കുളിക്കുന്നു എന്നാണ് വലിയ പെരുന്നാളിന് നിയ്യത്ത് ചെയ്യേണ്ടത്. പിന്നെ അതൊന്നും ഇപ്പം അധികം വിശദീകരിക്കാനില്ല, ഇങ്ങനെ എന്നെ പറഞ്ഞു പോവുകയാണ്. മയ്യത്ത് കുളിപ്പിച്ചവർ കുളിക്കൽ സുന്നത്താണ്. മയ്യത്ത് കുളിപ്പിച്ച ആരൊക്കെയാണെങ്കിൽ അവർ കുളിക്കൽ ഫർളില്ല, സുന്നത്താണ്. പിന്നെ ഹജ്ജിന് വേണ്ടി ഇഹ്റാം കെട്ടിയവർ 3 സ്ഥലത്ത് കുളി സുന്നത്തായിട്ടുണ്ട്. ഹജ്ജിന് ഇഹ്റാം കെട്ടുമ്പോൾ ഒരു കുളി, അത് സുന്നത്താണ്. മക്കയിലേക്ക് കടക്കുമ്പോൾ കുളിക്കൽ സുന്നത്തുണ്ട്. അറഫയിൽ നിൽക്കാൻ വേണ്ടി കുളിക്കൽ സുന്നത്തുണ്ട്. അങ്ങനെ 3 തരം കുളികൾ. ഒരു ഹാജി ആണെങ്കിൽ ഹജ്ജിന് പോകുന്നവർ 3 നിലക്കുള്ള കുളി സുന്നത്തുണ്ട്. അത് വ്യത്യസ്ത സ്ഥലങ്ങളിലാണ്. ഇഹ്റാം കെട്ടൽ നമ്മളിപ്പോൾ ഉംറക്കൊക്കെ ഇഹ്റാം കെട്ടിയാൽ അതിൻ്റെതായ സമയത്ത് റൂമിൽ നിന്ന് കുളിച്ചിട്ടങ്ങ് പോയാൽ അവിടുന്ന് ഇഹ്റാം കെട്ടി പോരേ വേണ്ട. പിന്നെ അറഫയിൽ നിൽക്കാൻ വേണ്ടി നമ്മൾ റൂമിൽ നിന്ന് കുളിച്ച് പോവുക. പിന്നെ മക്കയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ ഒന്ന് കുളിക്കുക.
അതൊക്കെ നല്ലതാണ്. അത് ഇവിടുന്ന് ഇപ്പോൾ എയർപോർട്ടിൽ നിന്നൊക്കെയാണ് കുളിച്ചിട്ട് പോകണം. അപ്പോൾ 2-4 മണിക്കൂർ കൊണ്ട് അവിടെ എത്തുമല്ലോ. പിന്നെ ജുമാക്ക് എല്ലാ വെള്ളിയാഴ്ചയും ജുമാക്ക് വേണ്ടി കുളിക്കൽ സുന്നത്താണ്. അങ്ങനെ 6 തരം കുളി സുന്നത്തായത് ഞാൻ പറഞ്ഞു. പിന്നെ ഈ സുന്നത്തായ കുളിക്ക് നിയ്യത്തൊക്കെ അതായത് കാര്യങ്ങൾ മനസ്സിൽ കരുതിയാൽ മതി. പെരുന്നാളിൻ്റെ സുന്നത്ത് കുളി എന്ന് നേരത്തെ പറഞ്ഞല്ലോ. അതുപോലെ മയ്യത്ത് കുളിച്ചവർക്ക് കുളി സുന്നത്തുണ്ട്. അതിൻ്റെ കുളി കുളിക്കുന്നു എന്ന് കരുതുക. ഇഹ്റാമിന് കുളിക്കുന്നു, സുന്നത്ത് കുളിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്യുക. അറഫയിൽ നിൽക്കാനുള്ള സുന്നത്ത് കുളിക്കുന്നു എന്ന്, മക്കയിൽ പ്രവേശിക്കാനുള്ള സുന്നത്ത് കുളിക്കുന്നു, ജുമായുടെ സുന്നത്ത് കുളിക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് നിയ്യത്ത്. ആ നിയ്യത്ത് അതനുസരിച്ച് വേർതിരിച്ച് പറഞ്ഞ് കുളിക്കണം. അപ്പോഴാണ് സുന്നത്തിൻ്റെ പ്രതിഫലം കിട്ടുള്ളൂ. ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. ഇത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ കുളിയുടെ ബാക്കി ഭാഗങ്ങളെല്ലാം പറയാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.